6th of June 2025, 9:40 AM, कृष्णा हॉस्टल IIT मद्रास. हाँ, मैंने इलॉन मस्क और ट्रम्प का लड़ाई का न्यूज़ देख रहा था. बीच में दोस्त ने वर्कशॉप में बारे में भेजा तो कैमरा शिफ्ट किया मटेरियल. Wait. Few workshops are going on. Oh shit. Solution space exploration with recursive decomposition, economic of big data and artificial intelligence and कुछ चल रहा है. तो I'm interested in economic of big data and artificial intelligence. So let's go. So first പോയി കുളിക്കണം. സോ കുളി ഈസ് ഓവർ. ഇപ്പോൾ 9:45 9:50 ഏകദേശം. അപ്പം ഇനി ഇസ്തിരിടാനൊന്നും നേരമില്ല. ചുളിങ് തന്നെ, പക്ഷെ കുഴപ്പമില്ല. സോ അപ്പോൾ ഒക്കെ എടുത്ത് ബാഗ്, ലാപ്ടോപ്പ് ആൻഡ് വെള്ളക്കുപ്പി. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ചെരുപ്പിൽ ചളിയാണ്, പക്ഷെ കേൾക്കാൻ സമയമില്ല. ടു ഗോ. ആക്ച്വലി ഇപ്പോൾ സമയം ഏകദേശം 9:55. പടച്ചോനെ, 10 മണിക്ക് തുടങ്ങും. ക്യാമറ ഇല്ലെങ്കിൽ ഐ വുഡ് ഹാവ് റീച്ച്ഡ് നോ. ഇത് പിന്നെ ഇപ്പം എങ്ങനെ ഞാൻ ഒറ്റക്കൈയോട് നോക്കട്ടോ. ഓ സോറി. ക്യാമറ ഇതിന് കറക്റ്റ് പിടിക്കണം, ഇതിന് കറക്റ്റ് പിടിക്കണം. ടാസ്ക്കാണ്. അല്ലെങ്കിൽ ലോക്ക് ഞാൻ കാണിച്ചു തരാൻ പാടില്ല. ലോക്കിട്ട് വരാം ഗൈസ്. അത് ലോക്കാക്കി ഇനി സൈക്കിൾ എടുക്കണം. സൈക്കിൾ മേലെ ലോക്കുണ്ടല്ലോ. ഈ ലോക്കും കാണിച്ചു തരാനില്ലേ ഗൈസ്. സെക്യൂരിറ്റി, പ്രൈവസി, എന്താ പറയുക, വാട്ട് എവർ. എന്തായാലും നമ്മൾ ഒരുപാട് നേരം വൈകിയാണ് എൻ്റെ ചായ കുടിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ റൂമിന് തൊട്ടപ്പുറത്തുള്ള എന്ത് കണിക്കൊന്ന. അതിൻ്റെ ഇതിന് എന്തുണ്ട്, കൊന്നപ്പൂണ്ട്. കൊന്നപ്പൂവിൻ്റെ കാലാണോ അല്ലെന്ന് എനിക്കറിയില്ല. June 6, 2025. അങ്ങനെ സൈക്കിൾ എടുത്ത് നമ്മളിങ്ങനെ ഇറങ്ങും. ആൻഡ് ഫൈനലായിട്ട് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഫിറ്റ് ചെക്ക്. റൂമിലുള്ള മിററാണെങ്കിൽ നമുക്കൊരു ചെറിയ മിറർ. റൂമിലുള്ള മിററിൽ നമുക്ക് നമ്മളെ ഒന്നും കാണാൻ പറ്റില്ല. ഒരു ചെറിയൊരു മിറർ. അതുകൊണ്ട് ഇവിടെയാണ് നമ്മളുടെ ഫിറ്റ് ചെക്ക്. ഇപ്പോൾ സമയം 9:55. എനിക്ക് 10 മണിക്ക് എത്തണം. ആൻഡ് ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത വർക്ക്ഷോപ്പാണ്. അപ്പോൾ നേരത്തെ പോകണം. മീൻസ് രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ കുറേ ആൾക്കാർ വരില്ല. പാസ്പോർട്ടിലാണ് നമ്മൾ കയറുക. നേരത്തെ പോയാലേ കിട്ടുള്ളൂ. അക്കോർഡിംഗ് ടു മൈ പ്ലാൻ ഐ വാസ് സപ്പോസ് ടു ഗോ ടു ഉഷാറിനെ അവിടുത്തെ ഒരു ചായപ്പീടിയാണ്. അവിടെ പോയിട്ട് ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ട് പോകണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ല. ആക്ച്വലി ഞാൻ 9:40 റെഡി ആവാൻ തുടങ്ങിയാൽ 10 മണിയാകുമ്പോഴത്തേന് സാൻഡ്വിച്ചും കഴിച്ച് I could have reached there. लेकिन आज वीडियो है ना, कैमरा है ना, तो वो नहीं हो रहे. ക്യാമറ ഇഷ്ടമായ ആൾക്കാരുണ്ട് കേട്ടോ. കാണിച്ചാൽ എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മളൊക്കെ സൈക്കിളുണ്ട്. പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആട്ടോ ഗൈസ്. എന്താ സ്റ്റെബിലിറ്റി. സെക്യൂരിറ്റിക്ക് പറ്റിയില്ല. കൈ വിട്ടാണ് പോണത്, ക്യാമറയും പിടിച്ച് പോണത്. സെക്യൂരിറ്റി ചീത്താറിന് വിസിലടിച്ച്. എനിവേസ് ഇവരെല്ലാവരും വർക്ക്ഷോപ്പിനാണ് പോകുന്നുണ്ടാവുക എന്നാണ് തോന്നുന്നത്. ആ ഡയറക്ഷനിലാണ് പോകുന്നത്. ഞാനാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ മെമ്പർഷിപ്പും ഇപ്രാവശ്യമില്ല. സോ അറിയില്ല കയറാൻ പറ്റുമോ ഇല്ലെന്ന്. പോയി നോക്കാം. डिपार्टमेंट ऑफ फिजिक्स. सो वो दोस्त ने कॉल किया. वो मेरे को वर्कशॉप के बारे में भेजा था. वो was like get ready fast and everything, but he's still in the mess and I was in the room. I was and ready and then I almost ലൊക്കേഷനിലെത്തി. ഭയങ്കര ഫാസ്റ്റാണ് ഗൈസ്. ഈവൻ തോ നമ്മൾ വീഡിയോ എടുക്കണമെങ്കിലും. മുടിയും കൂടി മാറണല്ലേ. കുപ്പായം ചുളിഞ്ഞിട്ട്, മുടി ചുരുന്നിട്ട്, പാൻറ്റും ചുളിഞ്ഞിട്ട്, ചെരുപ്പ് മേലെ ചളി, മൊത്തത്തിൽ ഡിസോർഡർ ആകുമ്പോൾ എന്താ പറയുക, കുഴപ്പമില്ല. ഇപ്പോൾ ഷർട്ട് മാത്രം ഇപ്പോൾ മലയിലേക്ക് വൃത്തിനെങ്കിൽ പ്രശ്നമാണ്, മുടി മാത്രം വൃത്തിനെങ്കിൽ പ്രശ്നമാണ്. ഇതെന്താ ഇങ്ങനെ സ്റ്റൈലായിട്ടായിരിക്കും. സോ നമ്മൾ ലൊക്കേഷനെത്തി. സൈക്കിൾ പാർക്കറേ.
I have reached the workshop hall, lecture hall. That's the bid for registration. I skip the registration so that I can get back seat. രജിസ്ട്രേഷൻ ചെയ്താൽ എന്താ പറയുക ചിലപ്പോൾ ഒരു ഇത് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ബാക്ക് സീറ്റിൽ കിട്ടിയാൽ ഇൻ കേസ് നമുക്ക് വർക്ക്ഷോപ്പ് ബോറാണെങ്കിൽ നമുക്ക് നമ്മളെ പണിയെടുക്കാം. സോ slides, thought, and I said, first of all, this is a statement coming from that Mark Anderson latest prediction is insane. AI will make everything so cheap that it will break the economy. Those who understand this will build generational wealth. Time is running out. Here is how you prepare yourself. I'm not going to get into that. That's cheaper to use AI in place of human being. But ultimately, these two. So what are you saying? Yeah. निकला मैंने क्लास से. अच्छा था या बुरा था, मतलब കുറേ കാലത്തിന് ശേഷമാണ് ക്ലാസ്സിലിരിക്കണത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയും പറയുമ്പോഴേ സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലല്ലോ, അതേപോലെ 2x ഇല്ലല്ലോ. സോ ബോറടിക്കും. നല്ലോണം വിശക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ തന്നെ എല്ലായിടത്തും പറയുന്ന സാധനങ്ങൾ തന്നെ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്, പക്ഷേ മൊത്തത്തിൽ മടുത്തു തുടങ്ങി. സോ സൈക്കിൾ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇതാണ് CCD കഫേ കോഫിയുടെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഉള്ള. ആൻഡ് അതൊരു റീഡിങ് ഹാളാണ്. ആൻഡ് അവിടെ ഒരു മെസ്സ് ഉണ്ട്. അതേപോലെ ഈ കാണുന്ന ബിൽഡിങ് ഫുള്ള് ഇതാണ് ലൈബ്രറി. നമ്മളിപ്പോൾ പോണത് ഉഷ കഫേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആൻഡ് വഹാ പേ സാൻഡ്വിച്ച് ചായ വഗൈറ മിലേഗാ, ജ്യൂസ് കാ ഭി ദുകാൻ ഹേ. ഓർ നേരത്തെ വെള്ളക്കൊപ്പ് എടുത്തെങ്കിലും വെള്ളം എടുത്തില്ല. സോ നല്ലോണം ദാഹമുണ്ട്. ഏകദേശം സമയം 12 മണി ആവാനായി. അവിടെ പോയിട്ടൊരു സാൻഡ്വിച്ച് കഴിക്കാം. ചേഞ്ച് ഓഫ് പ്ലാൻസ് ക്യോങ്കി ഇറ്റ്സ് ഓൾറെഡി ആൾമോസ്റ്റ് 12. സോ ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എന്താ പറയുക സാൻഡ്വിച്ചും എന്താ പറയുക ജ്യൂസും, ഐ ഗോ ഡയറക്റ്റ്ലി ടു ജയ്ത്തൂൻ. ആൻഡ് അവിടെ പോയിട്ട് ചാക്കാകുമ്പോൾ അവിടെ ഇപ്പോൾ 12 മണിക്ക് ബിരിയാണി ആവും. സോ ബിരിയാണി കഴിക്കാം. ഞാൻ പോകുമ്പോൾ വൈകി കാണിച്ചു തരാം. ക്യാമറ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൽ സ്വിച്ച് ചെയ്യാനുള്ള സെറ്റപ്പില്ല. ഫ്രണ്ടും ബാക്കും ക്യാമറ ആ സെറ്റപ്പ് പോകണം വേണമായിരുന്നു കേട്ടോ. അങ്ങനെ പിടിക്കണല്ലോ ശരിക്ക്. ഇങ്ങനെ പിടിച്ചതിൻ്റെ തല മാത്രമല്ല കാണുള്ളൂ, കുറേ മരങ്ങളും. ഫ്രണ്ട് ക്യാമറ ഇതുണ്ടോ, ബിവെയർ ഓഫ് ക്രോക്കഡൈൽസ്. ഇവിടെ ക്രോക്കഡൈലൊക്കെ ഉണ്ടെന്നാണ് പറയണത്. മേ കബി നഹി ദേഖ. സോ ദർ ഇസ് എ വാട്ടർ ബോഡി. മീനുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു. മീനുകളുണ്ട്, പക്ഷേ മുതലിനെ ഞാൻ ഇതുവരെ കണ്ടില്ല. അവിടെയാണ് ഒരു സ്റ്റേഡിയം ഉണ്ട്, റണ്ണിങ് വാട്സ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ. റണ്ണിങ്ങും ക്രിക്കറ്റും കളിക്കാൻ പറ്റും, ക്രിക്കറ്റും ഉണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് കാട് പോലത്തെ സ്ഥലമാണ്. അതിൻ്റെ ബാക്കിലാണ് IITM ലേക്ക് ഉള്ളത്. ആൻഡ് ഇവിടെ എന്താ പറയുക നേരത്തെ മുതലിൻ്റെ പോലത്തെ ബിവെയർ ഓഫ് സ്നേക്സ് നേരെ കാണുന്നതാണ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി സെൻറ്റർ. ഒരു ഓഡിറ്റോറിയം പോലെ പരിപാടി നടത്താൻ. ആൻഡ് वो है സ്വിമ്മിംഗ് പൂൾ. ആൻഡ് ദിസ് ആർ ഹോസ്റ്റൽ. അങ്ങനത്തെ റോഡുകൾ രസമാണ്, രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഉണ്ടായിട്ട് തണലിലായിട്ട്. ഇപ്പോൾ ചെന്നൈയിലെ പീക്ക് സമ്മറാണ്, ഏറ്റവും ചൂട് കൂടിയ സമയമാണ്. പക്ഷേ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക ടെമ്പറേച്ചറോ കാലാവസ്ഥയും പുറത്തുള്ള കാലാവസ്ഥയും ഭയങ്കര മാറ്റമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ചൂടത്തും നമുക്ക് റിലേറ്റീവ്ലി സുഖമാണ്. ഹോസ്റ്റൽസൊക്കെ അവിടെയാണ് ഹിമാലയ മെസ് ഉള്ളത്. നമ്മൾ IIT ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മോസ്റ്റ്ലി IIT ഇമേജായിട്ട് ഈ മെസ്സിൻ്റെ ഫോട്ടോ ആണ് വരിക. കാണിച്ചു തരാം. കാണാം, മരങ്ങളുണ്ട് കുറേ. ബ്രിട്ടീഷാറോട്ടോ. ഈ ബിൽഡിങ്ങാണ് മോസ്റ്റ്ലി വരിക. നമുക്ക് ഇവിടെയാണ് കൊണ്ട് ജയ്ത്തൂൻ. ഇന്ന് നമ്മളാണ് ഫസ്റ്റ് കസ്റ്റമർ. ആൻഡ് ഇവിടുത്തെ മലബാർ ചിക്കൻ ബിരിയാണി നല്ലതാണ്,
പക്ഷെ ചില ദിവസം അത് കുമ്മിട്ടില്ല. പിന്നെ വേഗമൊക്കെ കഴിക്കുകയാണെങ്കിൽ മീൻസ് ചൂട് പോയിക്കണമെങ്കിൽ അപ്പോൾ രസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓക്കെയാണ് രസമാണ്. तो अभी खाना हो गया. ബിരിയാണി വാസ് നോട്ട് എ ഗ്രേറ്റ്. എന്താ പറയുക, അവിടുന്ന് ചിലപ്പോൾ അടിപൊളിയാവും, പിന്നെ ചിലപ്പോൾ അടിപൊളിയാവില്ല. ഇന്നത്തെ ഒരു എബവ് ആവറേജ്, ബട്ട് ഗുമില്ല. ഏതായാലും പിള്ളേറിഞ്ഞ് റാത്തായി. ആൻഡ് ഗോയിങ് ബാക്ക് ടു ഹോസ്റ്റൽ. ആൾമോസ്റ്റ് 12:30. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിലേക്കുള്ള വഴി. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. കൃഷ്ണ ആണ് ഹോസ്റ്റലിൻ്റെ പേര്. ആൻഡ് ഈ ഹോസ്റ്റലാണ് ഐഐടിയിലത്തെ ഏറ്റവും പഴയ ഹോസ്റ്റൽ, ഏറ്റവും പഴയത്. 60 വർഷത്തിലധികം, 60 വർഷത്തിലധികം പഴക്കമുണ്ട്. നമ്മളെ റൂം ഗ്രൗണ്ട് ഫ്ലോറിനെയാണ്. വിഷു കണിക്കുന്ന എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ റൂം 150. ആൻഡ് ആർഗ്യുബിളി ദിസ് ഈസ് ദ ബെസ്റ്റ് റൂം. ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നമുക്ക് റൂമിൻ്റെ പുറത്ത് തന്നെ സൈക്കിൾ നിർത്തുക. ആൻഡ് ഇറങ്ങി വരുമ്പോഴത്തേനും നല്ല വ്യൂ ഉണ്ട്. ഈവൻ തോത് പഴയ ഒരു ഹോസ്റ്റലാണെങ്കിലും. പക്ഷേ തൊട്ടടുത്തുള്ള ആ റൂം അത് കുറച്ച് സസ്പീഷ്യസ് ആണ്. ആ റൂമിൽ ആൾത്താമസമൊന്നുമില്ല, വെറുതെ സ്റ്റോറേജിന് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. കാരണം എന്താണെന്ന് അറിയില്ല. ഈ ഹോസ്റ്റലിൽ എന്താ പറയുക, പഴയ ഹോസ്റ്റലായതുകൊണ്ടും പിന്നെ IITs ആർ വെരി നോൺ ഫോർ സൂയിസൈഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എൻ്റെ സംശയം ഈ റൂമിൽ പണ്ടെന്നോ സൂയിസൈഡോ അങ്ങനെ എന്തോ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് സ്റ്റോറേജിന് മാത്രമായിട്ട് വെച്ചിരുന്നത്, അബാൻഡൻ ചെയ്തിരുന്നത്. ആൻഡ് അവിടെ ഇവർക്ക് വേറെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്, അതിൽ ഫ്രീ സ്പേസ് ഉണ്ട്. പക്ഷേ ഒരു ഈ റൂം ഇങ്ങനെ യൂസ് ചെയ്യാൻ കാരണം പത്താനേ. മറ്റേ വീഡിയോൻ്റെ കാര്യം നമ്മൾ മറന്നുപോയി, ഞാനും മറന്നുപോയി, വേറെ പണിയിലായി. അപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം. ഇന്ന് നമ്മൾ മെസ്സിലാണ് പോണത്. സോ മെസ്സ് കാണിച്ചിരുന്നു. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് एक्सपर्ट एक हाथ से एक्सपेरिमेंट किया. साइकिल यहाँ पे है, लेट्स गो. അവിടെ ഇയർഫോൺ എടുക്കണമായിരുന്നല്ലേ, മറന്നു. കുഴപ്പമില്ല. എപ്പടി ഇருக்கு? I don't have any plans. Again നമ്മൾ ഫിറ്റ് ചെക്ക്. ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട് ബി ഹേ. നമ്മളെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാക്കിൽ തന്നെ സൈഡിൽ തന്നെ എന്തുണ്ട്, ഒരു മെസ്സുണ്ട്, നീലഗിരി എന്ന പേര്. അവിടെ ഒരു ബസ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ 3 ബസ് ഓരോ ഫ്ലോറിലായിട്ട്. ഞാൻ അവിടെയും പോകലുണ്ട്, പിന്നെ ഹിമാലയയിലും പോകലുണ്ട്. ഹിമാലയയിലും 5 ബസ്സിൻ്റെ അടുത്തുണ്ട്, ഏകദേശം 5 ബസ്സുണ്ട്. നമുക്ക് ഒരു ബസ് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെന്താ സംഭവിക്കുക വെച്ചാൽ ഒരു മാസമൊക്കെ പോകുമ്പോൾ എന്താവും, ആ ഫുഡ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിന് മുന്നേ മടുത്തു എന്ന് പറഞ്ഞ ബസ്ക്ക് തന്നെ എഗെയിൻ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഭയങ്കര രസമാവും. പിന്നെ അവിടെ ഒരു മാസത്തിൻ്റെ അടുത്താകുമ്പോൾ മടുക്കും. ഒരു മാസം മിനിമം എടുക്കണം, അതാണ് പ്രശ്നം. നമുക്ക് ഒരാഴ്ച ഓരോരോ ബസ് മാറി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ രാത്രി എന്ത് വരും, ഫുഡ് ട്രക്ക് വരും. ആൻഡ് വഹാപ്പേ എന്താ പേര് ഞാൻ മറന്നുപോയി. സോയ ചാപ്സ് സോയ ചാപ്സ് ഉണ്ട് അവിടെ. ആ സോയ ചാപ്പ് എന്താ പറയുക, ഞാൻ സോയ ചാപ്പ് ആദ്യമായിട്ടാണ് കഴിക്കണത്. ആൾമോസ്റ്റ് നമുക്ക് ഒരാളെ ചിക്കനാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. ഇവിടെ മറ്റേ എന്താ പാരഡോക്സ് വിൻഡ് നടക്കുന്നുണ്ട്, ലൈറ്റും പരിപാടിയൊക്കെ. सो हिमालय में पहुंच गया हम. हमारा मेस 3rd फ्लोर में है.
ഇന്ന് ഏത് ദിവസം? ഇന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഡിന്നർ അച്ഛാ നെഹി ഹേ ഐ ഗസ്. ഞായറാഴ്ച ഉച്ചക്ക് ചിക്കൻ ഉണ്ടാവും. വെനസ്ഡേ അതേപോലെ ഡിന്നറിലും ചിക്കൻ ഉണ്ടാവും. അബി അച്ഛാ നെഹി ഹേ ഐ ഗസ്. പക്ഷെ നമുക്ക് മെസ്സേജ് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ഏതായാലും പോയി നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് വരാം. ഇനി വൻ മോശമാണെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കഴിക്കാം. ഇല്ലേ, വിശപ്പ് മാറും, നോക്കാം. അപ്പോൾ ഇതാണ് മെസ്സ്. അപ്പോൾ വലിയ ഫാൻ. ഇവിടുന്ന് റെക്കോർഡ് ചെയ്യണത് സുഖമല്ല കേട്ടോ. എല്ലാവരും നമ്മളെ ക്യാമറ കാണുമ്പോൾ എന്നാലും കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ നോൺ വെജ് സെർവ് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ വെജ് സെർവ് ചെയ്യും. അങ്ങനെയാണ്. ഒരു സൈഡിന് വെജിനും ഒരു സൈഡിൽ നോൺ വെജിനും മാറ്റി വെക്കും. ഒന്ന് വത്തക്കുണ്ട് ഗൈസ്, വന്ന് മുതലായി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ട്, പക്ഷേ ഇത് സാമ്പാറാണ്. അവിടെ നമുക്ക് വാങ്ങാൻ പറ്റും ചിക്കൻ കറിയും സംഭവങ്ങളൊക്കെ. പക്ഷേ ചിക്കൻ കറി അവിടെ ചിക്കൻ കറി എന്നല്ല, അഡീഷണൽ അവിടെ പൈസ ഒക്കെ വാങ്ങാൻ പറ്റും. ഫ്രൈഡ് റൈസ് എന്താ, എനിക്ക് വെള്ളിയാഴ്ച സാധാരണ ഇങ്ങനെയെല്ലാം ഉണ്ടാവല്. ഇത് പേച്ചോ എനിക്കറിയില്ല. സാധാ ചോറുണ്ടായിന്. ചപ്പാത്തി ഉണ്ടാവും. പോയി നോക്കാം. ബത്തക്ക ഉണ്ട്. വൈകി വന്നാൽ അഗർ സാധനം ബാക്കി ഉണ്ടെങ്കിൽ എന്താ പറയുക, ബത്തക്കൊക്കെ അൺലിമിറ്റഡ് ആയി കിട്ടും. ചിലപ്പോൾ കുഴപ്പമില്ല. खाना हो गया. ഈ ടാപ്പിന് ഒരു മാജിക് ഉണ്ട്. നമ്മൾ കൈ വെച്ചാൽ ഓട്ടോമാറ്റിക് വരും. ആക്ച്വലി ഇത് കൈ വെക്കല കേട്ടോ. താഴെ ഒരു പെടുന്നുണ്ട്, അതാക്കി കൊടുത്താൽ ഐ തിങ്ക് ഇത് ഷുഡ് ബി എ സ്റ്റാൻഡേർഡ്. വീട്ടിലും ആക്കുകയാണെങ്കിലേ നല്ല കൺവീനിയൻ്റ്. രാവിലത്തെ ഫ്ലോ പോയിട്ടോ. വീഡിയോനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഏകദേശം 7 മണിക്കൂർ റൂമിനുള്ളിൽ ഇരുന്ന് പൊളിച്ചു മാറ്റി ഫുഡ് കഴിക്കാൻ വന്ന് ഫുഡ് കഴിച്ചു. ഫ്ലോ പോയി. ആ ഒരു എന്താ പറയുക, ഫ്ലോ ഇങ്ങോട്ടില്ല. ഇനി നമ്മൾ സൈക്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാന്നാണ് ഉദ്ദേശം. ഇത് ഇവിടെയുള്ള വേറൊരു ഫുഡ് കോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ജ്യൂസ് ഷോപ്പും അങ്ങനെ എന്താ ഫ്രൈഡ് ചിക്കൻ ഷോപ്പ്, അങ്ങനെ മൾട്ടിപ്പിൾ കുറേ ആൾക്കാർ നടത്തുന്ന ഷോപ്പാണ്. മെസ്സ് പോലെയല്ല, അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കോർട്ട് ഓർഡർ ചെയ്ത് കഴിക്കാം. ഐടിനുള്ളിൽ തന്നെ മെസ്സിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഹിമാലയ എന്നുള്ളത് ഒരു 3 സ്റ്റോറി ബിൽഡിങ്ങാണ്. ഇതിൻ്റെ അകത്ത് 5 മെസ്സ് ഉണ്ട് ആൻഡ് ഒരു ഫുഡ് കോർട്ടും. അതേപോലെ रिकॉर्डिंग करने के बीच में कॉल आया तो रिकॉर्डिंग कट हो गया. तो क्या बोल रहा था, हाँ यहीं पे हिमालय पे 5 मैसेज है और एक फूड कोर्ट है, और नीलगिरी में 3 मैसेज है, लाइक 1 इज फूड कोर्ट काइंड ऑफ, एंड दूसरा मेस है विंध्या, उसमें 2 मेस है. बताइए 5 + 3 + 2 10 मैसेज, 10 मैसेज പഠിച്ചാണ്. പിന്നെ उसके अलावा जैतून रेस्टोरेंट है और कैंपस कैफ़े एक क्या बोल सकते हैं, फूड कोर्ट के जैसा जगह है. और उषा वैसा दुकान है. फिर CCD है. जिन्हें आते ना കുറേ ചായപ്പൊടി ഉണ്ട്. ആൻഡ് ദർ ആർ സം ചായ ഷോപ്സ് ഇൻസൈഡ് സം ഡിപ്പാർട്ട്മെൻറ്റ്സ് ആസ് വെൽ. ആൻഡ് ഇതുപോലത്തെ രാത്രി ഫുഡ് ട്രക്ക് ഗോബി ഹെ. രാത്രിയാണ് ഇവിടെ എന്താ പറയുക, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ സുഖം ഉണ്ടാവുള്ളൂ. എസ്പെഷ്യലി ജൂൺ, മെയ്, ആൾമോസ്റ്റ് ഫെബ്രുവരി കഴിഞ്ഞാൽ തന്നെ മാർച്ച്, ഏപ്രിൽ ചൂട് തുടങ്ങും. ആൻഡ് ഇവിടെ മൺസൂണ്, മഴക്കാലം എന്താ പറയുക, ഡിസംബർ
ജാനുവരി നവംബർ ആ സമയത്ത്. അപ്പം നല്ല മഴ ഉണ്ടാവലുണ്ട്, ചിലപ്പോൾ വെള്ളപ്പൊക്കം പോലത്തെ സംഭവം ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏകദേശം റൂമിലൊറ്റ വെള്ളം കയറാൻ ആൾമോസ്റ്റ് അതിന് മുന്നത്തെ പ്രാവശ്യം ആൾമോസ്റ്റ് കയറിയെന്ന് തോന്നുന്നു. അവിടെ എന്താ പറയുക, പാരഡോക്സിൻ്റെ DJ event चल रहा है. So people are going there, coming from there. അതാണ് OIT. അവിടെയാണ് DJ OIT എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയർ തിയേറ്റർ. വഹാപ്പേ എന്താ പറയുക DJ നടക്കുന്നത്. ആൻഡ് ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ ടെമ്പററി ഫുഡ് സ്റ്റാൾസ് ആൻഡ് ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് തോന്നുന്നത്. ഇവിടെ OIT മീൻസ് ഓപ്പൺ എയർ തിയേറ്ററിൽ എല്ലാ ആഴ്ചയും എന്തുണ്ടാവും, സിനിമ ഉണ്ടാവും. നമ്മളെ പുറത്ത് കൊടുക്കുന്ന സിനിമ തന്നെ. ഇവിടെ ടിക്കറ്റിന് എത്ര 45 രൂപ അങ്ങനെ എന്തോ ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടെ പോയിട്ട് ഇപ്പോൾ പുറത്ത് കൊടുക്കുന്ന അതേ സിനിമ കാണാൻ പറ്റും. മീൻസ് മറ്റേ തിയേറ്ററിനെ പോലത്തെ മീൻസ് ഓപ്പൺ എയർ ആകുമ്പോൾ സൗണ്ടിന് അത്ര സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. മീൻസ് എന്നാലും ഉഷാറാണ്, ഗുഡ് ഇനഫ്. സൈഡിൽ ലൈറ്റൊക്കെ കേട്ടോ. ക്യാമറ സെറ്റപ്പ് ഉള്ളൂ. പ്രൊഫഷണൽ ക്യാമറ വാങ്ങേണ്ടി വരും ഗൈസ്. പക്ഷേ ഈ ക്യാമറ നല്ല കേട്ടോ, നല്ല മീൻസ് വിചാരിച്ച ഞങ്ങൾ സ്ഥലം. ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്ന ഒരു ദിവസം, ക്യാമ്പസിൻ്റെ ഉള്ളിലത്തെ എൻവയോൺമെൻറ്റും പുറത്തത്തെ എൻവയോൺമെൻറ്റും നോക്കിയാൽ ഒരു വേറെ ലോകമാണ്. മീൻസ് ഇതിങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽ എന്താ പറയുക, മാനം കുരങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ മരങ്ങളും ഗജേന്ദ്ര സർക്കിൾ പൗഞ്ച. നമ്മൾ കയ്യിൽ ഫോൺ പിടിച്ചാണ്ട് പോണത് സെക്യൂരിറ്റിമാരെ കണ്ടാൽ എന്തുണ്ടാകും, പ്രശ്നം ഉണ്ടാകും. ഗജേന്ദ്ര സർക്കിൾ ആണ് മെയിൻ ഗേറ്റ് പോകുന്നു കേട്ടോ. സൈക്കിൾ റൈഡ് മെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് അറിയില്ല, എൻ്റെ റൂമിൽ നിന്ന് 3-4 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് എന്തായാലും 2 കിലോമീറ്റർ ഉണ്ടോ. ഓരോ ജംഗ്ഷനിൽ ഓരോ സെക്യൂരിറ്റിമാരുണ്ട്. ഇവരൊക്കെ ഫോൺ കൈ പിടിച്ച് പോകുമ്പോഴേ തുറച്ചു വെക്കും. എന്തായിരുന്നു പറഞ്ഞത്, ക്യാമ്പസിൻ്റെ ഉള്ളിലത്തെയും പുറത്തേയും കോൺട്രാസ്റ്റ്. ഞാനിവിടെ വായിച്ചതും ആരോ പറഞ്ഞാണ്, ക്യാമ്പസിൻ്റെ ഉള്ളിലും പുറത്തും ആൾമോസ്റ്റ് 5 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്നു. ഇത് ആലോചിച്ച് നോക്കി. മീൻസ് ഇപ്പോൾ ക്യാമ്പസിൻ്റെ പുറത്തുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്താ പറയുക, ഭയങ്കര തിങ്ങി പാർക്കണ ഏരിയയും കുറേ ആൾക്കാരും വണ്ടിൻ്റെ ഓണും ഒച്ചപ്പാടും. ഇതിനുള്ളിലേക്ക് ജസ്റ്റ് ആ ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ലോകമാണ്. 1 കിലോമീറ്ററോ അല്ലെങ്കിൽ 1/2 കിലോമീറ്ററോ 100 മീറ്ററോ അപ്പുറത്തുള്ള 2 സ്ഥലങ്ങളിലെ കോൺട്രാസ്റ്റ് വരുമ്പോഴേ സ്ഥലത്തിൻ്റെ പ്രത്യേകത അല്ല, അവിടെ എങ്ങനെയാണ് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, മരങ്ങളും ഇങ്ങനെ സംഭവങ്ങളും കോൺസെൻട്രേഷൻ ഓഫ് ആൾക്കാരും എന്താ പറയുക, എത്രങ്ങനെ വീടുകളുണ്ട്, ഇതൊക്കെ പ്ലേസ് മോർ ഫ്രണ്ട് പഠിച്ചാണ്. എത്രങ്ങനെ സെക്യൂരിറ്റി അതാണേ. ഒരു ജംഗ്ഷൻ ഇവിടെ പുതിയ ഉണ്ടാക്കി വിചാരിക്കുക, ഒരു പുതിയ റോഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി എന്തുണ്ടാകും, അതിനൊരു സെക്യൂരിറ്റി വേണ്ടി വരും. ഇത് ഇവിടെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് ക്യാമ്പസിൻ്റെ അകത്തുള്ള. ഇപ്പം ഇത് അടച്ചിന് 8:30 അടക്കും. ഇപ്പം സമയം എത്ര, 8:52. ഇവിടെ ആൾമോസ്റ്റ് എല്ലാ സാധനം കിട്ടും ആൻഡ് റിലേറ്റീവ്ലി ചീപ്പുമാണ്. പहुंच गया മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റ് ഇവിടെ വരുമ്പോഴേ എന്താ പറയുക, എയർപോർട്ടിൻ്റെ ഗേറ്റൊക്കെ ഉണ്ടാവില്ലേ, നമുക്കൊരു എയർപോർട്ടൊക്കെ എത്തുമ്പോഴൊരു ഫീലില്ലേ. വലിയ റോഡും മരങ്ങളും ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എന്താ പോലീസുകാരും വടിയൊക്കെ എടുക്കണം. പടച്ചോനറിയാം ശരിക്കും അല്ലല്ലേ, ഫോൺ വിളിച്ചിരിക്കുന്നു പാവുണ്ട്, ക്ഷീണിച്ചു തോന്നുന്നു. പാട്ട അവിടെ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നു. പുല്ല് ഇവിടെ അതേപോലെ ആൽമരം ഉണ്ടായിരുന്നു കേട്ടോ. ആൽമരത്തിൻ്റെ വള്ളികൾ കൂട്ടിക്കെട്ടിക്കാണ്ട് എന്താണ് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കിന്. ഇവിടെ പണ്ടോ അറിയില്ല, ഇല്ല ഗൈസ് നിങ്ങൾക്ക് ഭാഗ്യമില്ല. മൊത്തം ക്യാമ്പസിന് എന്താ പറയുക, ക്യാമ്പസിൻ്റെ അകത്തൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഒരു പഴയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു കാടിനുള്ളിലത്തെ ആ ഒരു ഫീലില്ലേ. ആൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങും ഒരുപാട് പഴയതാണ്, ഉണ്ടാക്കിയ കാലത്തിലാണ്. എൻ്റെ ഹോസ്റ്റലാണ് ഏറ്റവും പഴക്കമുണ്ടാവുമോ തോന്നുന്നത്. ഇവിടെ എന്താ പറയുക, ഒരു മോഡേൺ ലുക്കും ബസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ. ഇവിടെ നിന്ന് ബസ് ഉണ്ടാവും. നമ്മൾ 2ാമത് മെസ്സിൽ പോയിട്ട് എന്ത് ചെയ്തു, മുമ്പത്തെ കഴിച്ച് 2 ദിവസത്തെ കഴിച്ച് റാഹത്തായി. हेलो हाँ, अगेन लास्ट वीडियो के बाद मैं भूल गया वीडियो खींचने के लिए. बहुत कुछ हुआ था, ये सभी डरे तो
मैं सोने के लिए जा रहा हूँ, बाय।